നമ്മൾ തിരുവനന്തപുരം ജില്ലയിൽ നെടുമങ്ങാട് താലൂക്കിൽ പാങ്ങോട് പഞ്ചായത്തിൽ നിന്നും വന്നവരാണ്. അവിടെ നമ്മൾ ജനകീയ പരിസ്ഥിതി സംരക്ഷണ സമിതി എന്ന് പറയുന്ന ഒരു സമരസമിതി രൂപീകരിക്കേണ്ടതായിട്ട് വന്നു. കാര്യം അവിടെ ഒരു പന്നി ഫാം എന്ന് 11 വർഷത്തിന് മുമ്പ് ഒരു പന്നി ഫാം തുടങ്ങുകയും ആ പന്നി ഫാമിൻ്റെ മറവിൽ വേസ്റ്റ് കൊണ്ടുവന്ന് ഡംപ് ചെയ്യുകയും ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് അതിനെ വിശദീകരിക്കുന്നതിന് വേണ്ടിയാണ് ഇവിടെ ഈ യോഗത്തിൽ പങ്കെടുക്കാൻ വന്നത്. അത് വരാനുണ്ടായ കാര്യം, അവിടെ 30 സെൻറ്റ് വാങ്ങിച്ച് മധുസൂദൻ എന്ന് പറയുന്ന ഒരാൾ ഒരു പന്നി ഫാം തുടങ്ങുകയും അതോട് 80 സെൻറ്റ് ആവുകയും അത് കഴിഞ്ഞ് 2.5 ഏക്കർ വസ്തുവോളം ആവുകയും ചെയ്തു. അദ്ദേഹം കൊല്ലം ജില്ലയിൽ നിന്നും തിരുവനന്തപുരം ജില്ലയിൽ നിന്നും ആദ്യം പിക്കപ്പ് വാനുകളിൽ വേസ്റ്റുകൾ കൊണ്ടുവന്ന് പന്നിക്കെന്ന് പറഞ്ഞ് കൊണ്ടുവരികയും അതിൽ എല്ലാ മാലിന്യങ്ങളും ഉണ്ടായിരുന്നു. അതൊടുക്കം ഒരു വലിയ കണ്ടെയ്നർ ലോറിയിൽ കൊണ്ടുവരികയും അത് കഴിഞ്ഞ് 2 കണ്ടെയ്നർ ലോറി ആവുകയും അപ്പോൾ ഈ പ്ലാസ്റ്റിക്കും മറ്റു മാലിന്യങ്ങളും കത്തിച്ച് കളയുന്ന പരിപാടിയാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് ഇപ്പോൾ നിലവിൽ 4 കണ്ടെയ്നർ ലോറികളിലായി 28,000 ടൺ സാധനത്തോളം കൊണ്ടുവരുന്നുണ്ട്. അവിടെ 200 പന്നി വളർത്തുന്നതിന് വേണ്ടി മാത്രമേ ലൈസൻസ് ഉള്ളായിരുന്നു. ആ ലൈസൻസ് പഞ്ചായത്ത് ക്യാൻസൽ ചെയ്യുകയും ചെയ്തു. എന്നിട്ടും അദ്ദേഹം ഇപ്പോൾ ഈ സാധനം കൊണ്ടുവന്ന് അവിടെ കുഴിച്ചു മൂടുകയാണ് ചെയ്യുന്നത്. കുഴിച്ചിടുകയും ചെയ്തത് 6-ാം മാസം 20-ാം തീയതി ഈ പെരുമഴയായപ്പോഴത്തേക്കും ഒരു കുഴി പൊട്ടി അതിന് തൊട്ടടുത്തുള്ള തോടിലും വയലിലൂടെ ഈ അഴുക്കുകളും ഈ പന്നിഫാമിലുള്ള വേസ്റ്റും പ്ലാസ്റ്റിക്കും എല്ലാം കൂടി അവിടെ അതിന് 200 മീറ്റർ താഴായി വാമനാപുരം നദി ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ആ നദികളിലേക്ക് ഇതെല്ലാം പകരുകയും ചെയ്തു. അവിടെ നിന്ന് ഈച്ചയും മറ്റും ശരിക്കും റോഡുകളിലേക്ക് പരന്നു. ഇത് കണ്ടുകൊണ്ട് നാട്ടുകാർ പഞ്ചായത്തിലും ആരോഗ്യവകുപ്പിലും പരാതി കൊടുക്കുകയും ചെയ്തു. അതനുസരിച്ച് ആരോഗ്യവകുപ്പും പഞ്ചായത്തുകാരും അവിടെ സ്ഥലം സന്ദർശിക്കുമ്പോൾ ഈ പന്നി ഫാമിൻ്റെ ഈ കുഴി പൊട്ടി ആറ്റിലേക്കാണ് വെള്ളം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഈ ആറ്റിൽ നിന്നുമാണ് 3 നിയോജക മണ്ഡലങ്ങളിലേക്കുള്ള കുടിവെള്ളം സംഭരിക്കുന്നത്. ആ സംഭരിക്കുന്ന വെള്ളത്തിൽ ഇതിൻ്റെ ഫുൾ വേസ്റ്റുകളാണ് ഇറങ്ങുന്നത്. അതുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ഈ സമരപരിപാടികളാവുകയും സമരപരിപാടികൾ തുടങ്ങുകയും ചെയ്തു. ആ സമരപരിപാടി തുടങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇദ്ദേഹം ആദ്യമായി അവിടെ നിന്ന് നമ്മൾ 2 പേര് ആ സമരപന്തലിൽ ഇരിക്കുമ്പോഴത്തേക്ക് 7 പേരെ വിട്ട് നമ്മൾ അടിക്കാനായി ഇറച്ചി വെട്ടുന്ന കത്തിയും ജാക്കി ലിവറുമായി വരികയും ചെയ്തു. അവർ 4 പേരെ നമ്മൾ പിടിച്ച് പോലീസിനെ ഏൽപ്പിച്ചു. പോലീസിനെ ഏൽപ്പിച്ചതിൽ ഒരു ആസാമി ഉണ്ടായിരുന്നു, 3 നെടുമങ്ങാട് സ്വദേശികൾ മലയാളികളും ഉണ്ടായിരുന്നു. അവരെ പോലീസ് കൊണ്ടുപോയി ചെറിയ വകുപ്പുകൾ പ്രകാരം കേസെടുത്ത് അന്ന് തന്നെ വിടുകയും ചെയ്തു. അതറിഞ്ഞുകൊണ്ട് നമ്മൾ പിറ്റേന്ന് സമര സമിതിയിൽപ്പെട്ട 2 പേര് ജനറൽ കൺവീനറും കൂടി പാങ്ങോട് പോലീസ് സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ ചെന്നിരിക്കുകയും പോലീസ് പറഞ്ഞു എന്തായാലും അവർക്ക് 14-ാം തീയതി വരെ ട്രൈബ്യൂണലിൽ നിന്നും അവരൊരു ഓർഡർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അത് കഴിയുമ്പോൾ അവരവിടെ നിന്ന് പോകുമെന്ന് പറഞ്ഞു. ആ വ്യവസ്ഥയിൽ നമ്മൾ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും പഞ്ചായത്തിൽ നിന്നുള്ളവരും എല്ലാവരും കൂടി, പഞ്ചായത്ത് മെമ്പറും പഞ്ചായത്ത് പ്രസിഡന്റുമാരും എല്ലാവരും കൂടിയൊക്കെ ചേർന്ന് നമ്മളവിടെ നിന്ന് ഇളക്കി വിടുകയും ചെയ്തു. അത് കഴിഞ്ഞ് വീണ്ടും നമ്മുടെ സമരം നടന്നുകൊണ്ടിരിക്കവേ MLA ഒരു ദിവസം പന്നി ഫാം സന്ദർശിക്കാൻ വരികയും MLA നേതൃത്വത്തിൽ അവിടെ പോവുകയും ചെയ്തു. DK മുരളി MLA അദ്ദേഹമായിരുന്നു. അദ്ദേഹം വന്നിട്ട് പോലും ഈ പന്നി ഫാം തുറന്ന് കാണിച്ചു കൊടുക്കാൻ ഈ മധു സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന ആൾ, മധു ജോൺസൺ, പന്നി ഫാം തുറന്നു കൊടുക്കാൻ വേണ്ടി തയ്യാറെടുത്തില്ല. അത് കഴിഞ്ഞ് ഇതിങ്ങനെ 6-ാം മാസം 26-ാം തീയതി മുതൽ അവിടെ സമരം നടത്തുന്നതിനാൽ ഇവന് ഇവിടുന്ന് വേസ്റ്റ് കൊണ്ടുവരാൻ പറ്റാതായി. ഒടുക്കമായപ്പോൾ ഒരു ഇന്നോവ വണ്ടിയിൽ കുറേശ്ശെ ഏറ്റവും അഴുക്ക വേസ്റ്റ് കൊണ്ടുവരികയും അത് വെളുപ്പാൻ രാവിലെ അവിടുത്തെ പാലോട് റേഞ്ച് ഓഫീസർ നേതൃത്വത്തിലുള്ള പെട്രോളിംഗ് സംഘം പിടിക്കുകയും ഈ മധു സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന ആളിനെയും മധു ജോൺസൺ എന്ന് പറഞ്ഞ ആളിനെയും വണ്ടിയും കൂടെ പിടിച്ച് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് പാലോട് റേഞ്ചിൽ കൊണ്ടുവരികയും കോടതി കൊടുക്കുകയും ചെയ്തു. വണ്ടി ഇപ്പോഴും അവിടെയുണ്ട്. അദ്ദേഹത്തിന് ജാമ്യം കിട്ടിയതായി പറയുന്നുണ്ട്. അത് 9-ാം തീയതിയാണ്. അത് കഴിഞ്ഞ് ആ മാസം തന്നെ 14-ാം തീയതി വീണ്ടും ഒരു കണ്ടെയ്നറിൽ ലോഡ് കൊണ്ടുവന്നു. ഇത് അതിലെ റോട്ടേ പോകുന്ന കണ്ട് ഗ്യാസ് കണ്ടുകൊണ്ട് നാട്ടുകാരെല്ലാം കൂടെ ഫോറസ്റ്റിനകത്തോട്ട് ഓടിക്കയറി ചെന്ന് ഈ വണ്ടി ചെല്ലുമ്പോൾ ഫോറസ്റ്റിനകത്ത് ഈ വണ്ടി ഒരു സ്ഥലത്ത് ഇട്ടേക്കുകയാണ്. അതിനകത്ത് ആരെയും കാണാനില്ലായിരുന്നു. കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോഴത്തേക്ക് 2 പേര് 2 ബാരലുമായി കയറി വരുന്നു. അപ്പോഴാണ് പറഞ്ഞ് പന്നി ഫാമിൽ കൊണ്ടുപോയ വേസ്റ്റ് കൊണ്ടുവന്നതാണെന്ന് പറഞ്ഞു. അങ്ങനെ ഇവർ ഈ കൊണ്ടിട്ട സ്ഥലത്ത് നമ്മൾ ചെന്ന് നോക്കി അവിടെ വേസ്റ്റ് തട്ടിയിട്ട് ബാക്കിയുള്ളതുമായിട്ട് അവർ പോകാൻ. അപ്പോഴത്തന്നെ ഫോറസ്റ്റിനെ വിളിച്ച് വിവരം അറിയിക്കുകയും പോലീസ് വന്ന് ഈ വണ്ടി കസ്റ്റഡിയിൽ എടുത്തുകൊണ്ട് പോവുകയും ഫോറസ്റ്റ് തന്നെ വന്ന് വണ്ടി കസ്റ്റഡിയിൽ എടുത്തുകൊണ്ട് പോവുകയും ചെയ്തു. അവരെ 2 പേരെ അങ്ങോട്ട് റിമാൻഡ് ചെയ്യുകയും 4 പേരിന് കേസെടുക്കുകയും ചെയ്തതായിട്ട് പറയുന്നുണ്ട്. അത് ഫോറസ്റ്റ് ഇതിനു വേണ്ടി ശരിക്കും
ഈ വൃത്തിഹീനമായ സാധനങ്ങൾ ഫോറസ്റ്റിനകത്ത് കൊണ്ട് തള്ളുന്നതിന് ശരിയല്ല, അത് കൊണ്ട് തള്ളാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് കേസെടുത്തതായിട്ടാണ് നമ്മൾ അറിയുന്നത്. ഈ കുടിവെള്ളം നമ്മളെല്ലാ വീട്ടുകളിലും ഈ കുടിവെള്ളമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതിന് ഈ കുടിവെള്ളത്തിൽ കൂടി മാലിന്യം കടന്നു വരികയും ഇദ്ദേഹം അവിടെ പുക ഇതിനകത്ത് ശരിക്കും വേസ്റ്റുകൾ കൊണ്ടിട്ട് കത്തിച്ച് വലിയ പുക വരികയും അതിനാൽ പഞ്ചായത്ത് 50,000 രൂപയ്ക്ക് അങ്ങോട്ട് ഫൈനടിച്ച് കൊടുത്തതായിട്ടും അറിയുന്നുണ്ട്. ഇപ്പോൾ വീണ്ടും ഇദ്ദേഹം സാധനമൊന്നും കൊണ്ടുവരുന്നില്ല, അവിടെ കുറച്ചൊക്കെ വൃത്തിയാക്കുകയൊക്കെ ചെയ്തിട്ട് 24 ചാനലിൻ്റെ ഒരാളിനെ അവിടെ കൊണ്ടുവന്നു. അദ്ദേഹം ജനങ്ങളെ ഒരു മനുഷ്യരെ ബന്ധപ്പെടുകയോ അവരുടെ ഒരു കാര്യങ്ങളോ അറിയുകയോ ചെയ്തില്ല. അദ്ദേഹം അവർ പറയുന്ന മാത്രം കേട്ട് കൊണ്ട് ന്യൂസുകൾ വിടുകയും ചെയ്തു. ഇത് പറയാനുണ്ടായ കാര്യം, അവരൊക്കെ ഒരു ഓട്ടിസം ബാധിച്ചൊരു കുഞ്ഞുണ്ടെന്ന് പറയുന്നു. ആ കുഞ്ഞിനെ വെച്ചാണ് അവർ ഈ പൈസ ഉണ്ടാക്കുന്നത്. സിറ്റിയിൽ നിന്ന് എടുക്കുന്ന ഈ വേസ്റ്റിന് 20 രൂപ വീതം അവർ ഈ എടുക്കുന്ന സ്ഥലത്ത് നിന്ന് കിലോയ്ക്ക് വാങ്ങിക്കുന്നുണ്ട്. അപ്പോൾ 28,000 കിലോ സാധനത്തോളം അവിടെ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഈ പൈസയുടെ ഇതിലാണ് അവിടെ ഈ വേസ്റ്റ് കൊണ്ടുവന്ന് മൊത്തം കൊണ്ട് തള്ളുന്നത്. അപ്പോൾ ഈ വേസ്റ്റ് കൊണ്ടുവന്ന് തള്ളുന്നത് കൊണ്ട് ഈ കുടിവെള്ളം മലിനമായി പുകയും ബാക്കിയുള്ള കാര്യങ്ങളിൽ നിന്ന് ഒഴിവായി കിട്ടുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ സമര പരിപാടിയായിട്ട് ഇറങ്ങിയതും. നമ്മളെ പേരിന് 3-4 കേസുകൾ ഇദ്ദേഹം കൊടുത്തിട്ടുണ്ട്. അതിൽ നെടുമങ്ങാട് മുനിസിപ്പൽ കോടതിയിൽ 28-ാം തീയതി നമ്മളെ വിളിച്ചിരുന്നു. ഹൈക്കോടതിയിൽ നമ്മളൊരു കേസ് കൊടുത്തിരുന്നു. അതിന് മുമ്പ് മറുപടി കൊടുത്തു. അടുത്ത വീണ്ടും ഇന്ന് ഏതോ ഒരു പേപ്പറോടെ വന്ന് കിടക്കുന്നതായിട്ട് പറഞ്ഞു. ഇനി പോയിട്ട് വേണം അത് ഒപ്പിട്ട് വാങ്ങിക്കാൻ. അപ്പോൾ നമ്മളെ കുടുംബത്തെയും എല്ലാത്തിനും ദോഷം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ കുടിവെള്ളത്തിനെതിരായിട്ടാണ് ഈ സമരം ചെയ്യുന്നത്, നമുക്ക് വേറെ ഒന്നും കണ്ടുകൊണ്ടല്ല. പിന്നെ ഇതേപോലെ തന്നെ വൈകുന്നേരം നമ്മൾ അതിനകത്തോട്ട് നമ്മളെ 3 കിലോമീറ്ററോളം ഈ ഫോറസ്റ്റിനകത്താണ് വീടുകളുള്ളത്. അപ്പോൾ അതിൽ കയറി പോകാൻ പറ്റുന്നില്ല. കണ്ടെയ്നർ വണ്ടികൾ വരുമ്പോഴത്തേക്ക് സൈഡ് കൊടുത്ത് നമുക്ക് നിൽക്കാൻ പറ്റത്തില്ല, വലിയ പാടാണ്. പഠിക്കാൻ പോകുന്നവരെല്ലാം തോന്നെ ആളുകൾ അവിടെ നിന്ന് ഈ കാക്കയും പരുന്തും ഒക്കെ ഈ വേസ്റ്റുകൾ കുത്തി പറക്കി കിണറ്റിലും വീട്ടിലും കൊണ്ടിരുന്നത് കാരണം അവിടെ നിന്ന് പൊറുതി മുട്ടിഞ്ഞ് പുറം ലോകത്തോട്ട് വാടകയ്ക്കൊക്കെ പോയി താമസിക്കുന്നു. വസ്തുക്കൾ മൊത്തവും അവിടെ കിടക്കുന്നു. പിന്നെ ഈ 2.5 ഏക്കറിൽ മൊത്തവും തകിട് ഷീറ്റടിച്ച് വലിയ മതിൽ കണക്ക് കെട്ടിയിട്ടുണ്ട്. വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഇദ്ദേഹം ഈ ഒരു സൈഡ് തുറന്നു കൊടുക്കും. കാട്ടുപന്നികൾ ആവശ്യം പോലെ ഉണ്ട്. ഇതും ഇതിനകത്ത് കയറുന്നുണ്ട്. ഇതിനെയും ഇദ്ദേഹം രാവിലെ വെട്ടിപ്പറക്കി ഈ കണ്ടെയ്നർ വണ്ടിക്കകത്ത് കൊണ്ടുപോകുന്നതായിട്ട് പല പ്രാവശ്യവും ഫോറസ്റ്റ് പരാതികൾ കൊടുത്തിട്ടുള്ളതാണ്. ഇതിന് മുമ്പ് ഇരുന്ന ഉദ്യോഗസ്ഥന്മാരാരും ഇതിനെക്കുറിച്ച് അന്വേഷിച്ചിട്ടില്ല. ഇപ്പോൾ പുതിയ ഒരു 2 മാസമായി ചാർജ് എടുത്തു. അദ്ദേഹം ഇതിനകത്ത് നടക്കുന്ന ശല്യങ്ങളെല്ലാം കണ്ടുപിടിക്കുന്നതിന് വേണ്ടി നിൽക്കുകയും ഈ വാഹനം കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തതിൻ്റെ പേരിലാണ് അദ്ദേഹത്തിനെതിരായിട്ട് കള്ളക്കേസ് കൊടുക്കുകയും അദ്ദേഹത്തിനെ ഇവിടുന്ന് ഓട്ടിക്കാൻ വേണ്ടിയുള്ള പരിപാടിയാണ് ഇപ്പം ഈ പന്നിഫാമുകാരൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരം നഗരസഭയിൽ നിന്നുള്ള മാലിന്യം കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അയാൾ ടെൻഡർ എടുത്തിട്ടുണ്ടായിരുന്നു 23/3/2024. അത് ഈ 2024-25 വരെ ഉള്ള കാലയളവിൽ എടുക്കാനുള്ള ഒരു ഓർഡറാണ് ഈ നഗര മാലിന്യം. ഈ മാലിന്യം അടക്കം അവിടെ കൊണ്ടുവന്ന് തള്ളുകയാണ് ചെയ്യുന്നത്. ഇതിന് യാതൊരു സംസ്കരണ സംവിധാനവും അവിടെ ഇല്ല. അതുകൂടാതെ ഇയാൾക്ക് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൽ നിന്ന് 200 പന്നികളെ വളർത്താനുള്ള പേപ്പറാണ് കൊടുത്തിട്ടുള്ളത്. 200 പന്നികൾക്ക് സംരക്ഷിക്കാൻ. ഈ 200 പന്നികളെ സംരക്ഷിക്കാനാണെങ്കിൽ ഇത്രയും ടൺ ഓരോ ദിവസവും എന്തിനാണ് ഇയാൾ അവിടെ മാലിന്യം കൊണ്ടുവരുന്നത്? അപ്പോൾ ഈ മാലിന്യത്തിന് കിലോയ്ക്ക് 20 രൂപ വെച്ചുണ്ട്. ആ മാലിന്യം ഹോസ്പിറ്റൽ വേസ്റ്റ് അടക്കം അതിനകത്തുണ്ട്. നമ്മളത് തുറന്ന് കണ്ട് മനസ്സിലാക്കിയതാണ്. ഈ കണ്ടെയ്നർ കൊണ്ടുവന്ന് ഓപ്പൺ ചെയ്തിട്ട് കഴിഞ്ഞാൽ ഈ നാറ്റം അടിച്ച് കാട്ടുപന്നി ഇതിനകത്ത് കയറും. ഈ കാട്ടുപന്നിയെയും പുള്ളി യഥേഷ്ടം കൊണ്ടുപോകുന്നുണ്ട്. നിലവിലവിടെ കാട്ടുപോത്തടക്കം ഉള്ള പ്രദേശമാണ്. ഈ വേസ്റ്റും ഇതിൻ്റെ നാറ്റം അടിച്ച് ആ സാധനങ്ങളും അവിടെ നിരന്തരം വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം പഞ്ചായത്തിൽ പറയുകയും പഞ്ചായത്തിലടക്കം ഈ സമരസമിതിക്കാരെയും ബാക്കിയുള്ളവരെയും വിളിച്ച് റേഞ്ച് ഓഫീസർ, CI അടക്കം എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ചർച്ച നടത്തുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് DK മുരളി MLA അവിടെ വരുന്നത്. അദ്ദേഹം അവിടെ വന്നിട്ട് ഈ ഫാം തുറന്ന് കാണിച്ചു കൊടുത്തില്ല. അവർ അത്രയ്ക്ക് വേസ്റ്റ് ഒഴുകാണ് പുഴകളിലൂടെയും മറ്റും. ഞാനും മുൻപൊരു മാധ്യമ പ്രവർത്തകനായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടുത്തെ ഒരു സമരം ഇരിക്കുമ്പോൾ ഞങ്ങളെ കൂടി കേൾക്കുകയും വേണമായിരുന്നു. എന്ന് മാത്രമല്ല, ഇതിനകത്ത് പാങ്ങോട് പഞ്ചായത്ത് ഇതിനെ സ്റ്റോപ്പ് മെമ്മോ കൊടുക്കുകയും ലൈസൻസ് റിന്യൂ ചെയ്ത് കൊടുത്തിട്ടില്ല. ഒരു പെട്ടിക്കട നടത്തണമെങ്കിലും ലൈസൻസ് വേണം. പിന്നെ അപ്പോൾ ഇത്രയും വലിയൊരു ഫാം നടത്തുന്നെങ്കിലോ? ഭിന്നശേഷി കുട്ടി എന്ന് പറഞ്ഞാൽ ആ കുട്ടിക്ക് ഇവിടെ ലൈസൻസ് എടുത്ത് വരുന്ന സമയത്തും ഇപ്പോൾ കൂടി കഴിഞ്ഞാൽ ഏകദേശം അന്ന് 10 വയസ്സുള്ളപ്പോഴാണ്. അന്ന് 10 വയസ്സുള്ളപ്പോൾ ഈ പന്നിക്കാട്ടിൽ ഈ കുട്ടിയെ കൊണ്ടിട്ടപ്പോൾ അന്ന് യാതൊരുവിധ ഇതുമില്ല. ഇപ്പൊ ഭിന്നശേഷി കുട്ടിയുടെ പേരിൽ ജീവിക്കണമെങ്കിൽ അവർക്ക് അവിടെ കൃഷി ചെയ്ത് ജീവിക്കാമല്ലോ. കൃഷി ചെയ്യാൻ പറ്റില്ല. കാര്യം 20x20 അടി താഴ്ചയിൽ 10ഉം 12ഉം കുഴികളിലാണ് ഈ മാലിന്യം മുഴുവൻ തള്ളിയിരിക്കുന്നത്. ഇത് മണ്ണിനടിയിലേക്ക് ഊർന്ന് കിണറുകളിലെല്ലാം കറുത്ത വെള്ളമാണ്. അത്രയ്ക്ക് നാറ്റമാണ് അവിടെ. നിങ്ങൾ അവിടെ വന്നാൽ മനസ്സിലാവും, ദുർഗന്ധമാണ്. ഞങ്ങൾ ആരെയും അവിടെ കയറി കാണാൻ സമ്മതിക്കൂല. 4 ചുറ്റും വലിയ ഫെൻസിങ് ഇട്ടു. ഫെൻസിങ് മീൻസ് ഈ തകിട് കൊണ്ട്. അപ്പോൾ ആ രീതിയിൽ അവിടെ ജീവിതം വളരെ ദുഷ്കരമായിരിക്കുകയാണ്.
വന്യമൃഗങ്ങൾക്ക് ഒരു വശം, മനുഷ്യർക്ക് വേറൊരു വശം. അത് മൊത്തം ട്രൈബൽസ് ആണ്, സാധാരണ മനുഷ്യർ. അവർക്ക് എന്തെങ്കിലുമൊക്കെ നക്കാപ്പിച്ച കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ഭാഗത്തു നിന്ന് ഒരു പ്രതിഷേധമില്ല. അപ്പോൾ ഞങ്ങളിത് കൺക്ലൂഡ് ചെയ്യുന്നു, നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഞങ്ങൾക്ക് നിർലോഭമായ സഹകരണം വേണം. ഞങ്ങൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചൂണ്ടിക്കാണിച്ചോ, തെറ്റിൽ നിന്ന് ഞങ്ങൾ പിന്മാറാം. മറിച്ച് ഞങ്ങൾക്ക് ജീവിക്കണം, ജീവിച്ചേ പറ്റൂ. സമരം ഞങ്ങൾ വളരെ ശക്തമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യും. അതിന് രാഷ്ട്രീയ ഭേദമില്ല. ഇവിടെ തന്നെ ഞങ്ങളൊക്കെ അറിയാൻ കഴിഞ്ഞത് രാഷ്ട്രീയ നേതാക്കന്മാർ പലരും അവരുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിയിട്ട് മേടിച്ചോളണം, മേടിച്ചവർ മേടിച്ചോട്ടെ. അത് ഞങ്ങൾ പറഞ്ഞിട്ടല്ല മേടിച്ചത്. ഞങ്ങൾക്ക് ജീവിക്കണം, ഞങ്ങൾ ആരിൽ നിന്നും ഒന്നും വാങ്ങിയിട്ടില്ല, വാങ്ങാൻ ഉദ്ദേശിക്കുന്നുമില്ല. കള്ളക്കേസിൽ കൊടുക്കുമ്പോൾ ഞങ്ങൾ നാട്ടുകാരുടെ പിരിവിലാണ് കേസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എത്ര കാലം പോകുമെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അതുകൊണ്ട് സഹായിക്കണം. താങ്ക് യു.